വെൽക്കം ബാക്ക്. ബൈക്കിന്റെയും കാറിന്റെയും ബാറ്ററി വീട്ടിൽ വെച്ച് ചാർജ് ചെയ്യാൻ കഴിയുന്ന ബോഷിന്റെ C3 ചാർജറിനെ കുറിച്ചാണ് ഈ വീഡിയോ. ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് മാത്രമല്ല, എന്തൊക്കെ ചെയ്തുകൂടാ എന്നുകൂടി ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ആണിത്. ഒരു ബൈക്കെങ്കിലും വീട്ടിലുള്ള എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ തുടങ്ങാം. കുറച്ച് നാൾ മുമ്പ് ബൈക്ക് ലോങ് ടൈമിലേക്ക് ഒതുക്കി വെക്കേണ്ടി വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നൊരു വീഡിയോ ചെയ്തിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഞാൻ ഈ C3 ചാർജറിനെ പറ്റി പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഞാനിത് വാങ്ങിയത്. എൻ്റെ BMW ഞാൻ ഡെയിലി യൂസിന് എടുക്കാറില്ല എന്നറിയാലോ. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും ഒരു ചെറിയ കറക്കം കറങ്ങി കൊണ്ടുവയ്ക്കും. പിന്നെ മഴയാണെങ്കിൽ പുറത്തിറക്കാറില്ല. വെറുതെ സ്റ്റാർട്ട് ചെയ്ത് 10 മിനിറ്റ് വെച്ചിട്ട് ഓഫ് ചെയ്യും. അതാണ് പരിപാടി. ഇപ്പോൾ ഒരു 2 ആഴ്ച സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനുശേഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അല്പം ഇഴച്ചിൽ തോന്നി. വോൾട്ടേജ് നോക്കിയപ്പോൾ 12 വോൾട്ടിനടുത്ത് നിൽക്കുന്നു. അപ്പോൾ എൻ്റെ യൂസേജിന് ബാറ്ററി മെയിൻറ്റെയിൻ ചെയ്യാൻ ചാർജർ കൂടിയേ തീരൂ എന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഇത് വാങ്ങിയത്. 2920 ആമസോൺ പ്രൈസ്. MRPയുമായി വലിയ വ്യത്യാസമില്ല. 3120 MRP. ബോഷ് തന്നെ എന്തിനു വാങ്ങണം? കുറഞ്ഞ സാധനങ്ങൾ വേറെ ഉണ്ടല്ലോ. 700-800 രൂപയ്ക്കൊക്കെ ബാറ്ററി ചാർജർ കിട്ടുമല്ലോ എന്ന ചോദ്യം ന്യായമാണ്. അതിന് വ്യക്തമായ കാരണമുണ്ട്, അത് പറയാം. അതിനു മുമ്പ് 12 വോൾട്ട് ബാറ്ററിക്ക് 12 വോൾട്ട് കണ്ടപ്പോൾ എന്തിന് ചാർജ് ചെയ്യണം എന്നൊരു ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാവാം. അതാദ്യം ക്ലിയർ ചെയ്യാം. വാഹനങ്ങളിലും ഇൻവെർട്ടറിലും ഒക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി ലെഡ് ആസിഡ് ആണ്. 12 വോൾട്ട് ലെഡ് ആസിഡ് ബാറ്ററിക്ക് 12.6 മുകളിൽ വോൾട്ട് ഉണ്ടാവും ഫുൾ ചാർജ് ചെയ്ത ബാറ്ററിയിൽ. ഒരു നോർമൽ ലെഡ് ആസിഡ് ബാറ്ററിയുടെ ചാർജ് ചാർട്ടാണിത്. 100% ചാർജ് ചെയ്ത ബാറ്ററിയിൽ 12.64 വോൾട്ട് ആണ് ഉണ്ടാവുക. എന്നാൽ ഇത് 11.59 വോൾട്ട് ആകുമ്പോൾ ചാർജ് 0% എന്നാണ് കൂട്ടുക. 11.6 വോൾട്ട് കാണുമ്പോൾ ഇത്രയും വോൾട്ട് ഉണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം എന്ന് ചിന്തിക്കും. പക്ഷെ ഇത് ഫുൾ ചാർജ് തീർന്ന ബാറ്ററിയാണ്. അപ്പോൾ 12 വോൾട്ട് എന്നാൽ 40% അല്പം മുകളിലുള്ള ചാർജ് ആണെന്നാണ് അർത്ഥം. ലെഡ് ആസിഡ് ബാറ്ററി തന്നെ ഇടയ്ക്കിടെ വെള്ളം ടോപ്പ് അപ്പ് ചെയ്യുന്ന പഴയതരം ബാറ്ററിയും മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററിയും ഉണ്ടല്ലോ. അതിന് സീൽഡ് ബാറ്ററി എന്ന് പറയും. അങ്ങനത്തെ സീൽഡ് ബാറ്ററിയുടെ വോൾട്ടേജ് ചാർട്ടാണിത്. ഇതിൽ അല്പം കൂടി വോൾട്ട് കൂടുതലാണ്. 12.89 100%, 11.63 0. ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത് സീൽഡ് ആയതുകൊണ്ട് ഈ ചാർട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ബാറ്ററിയിൽ 40% താഴെയാണ് ചാർജ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 12.5 വോൾട്ടിന് താഴെ ബാറ്ററി ചാർജ് പോയാൽ ബാറ്ററി ടെർമിനൽസിൽ ലെഡ് സൾഫേറ്റിന്റെ ബിൽഡപ്പ് ഉണ്ടാവും. അത് ബാറ്ററിക്ക് റീചാർജ് ആവാനും ആ ചാർജ് സൂക്ഷിക്കാനും അത് ഡെലിവർ ചെയ്യാനുള്ള കപ്പാസിറ്റിയെ ബാധിക്കും. ചെറിയ തോതിലുള്ള സൾഫേഷനൊക്കെ തിരികെ ക്ലിയർ ചെയ്യാൻ മിക്കവാറും ചാർജിങ്ങിലൂടെ കഴിയും. ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ 3-4 ദിവസം എങ്കിലും ഓടാത്ത വണ്ടിയുടെ ബാറ്ററി ഈ കാണുന്ന 100% ചാർജിലേക്ക് എത്തില്ല. അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ കുറച്ച് മണിക്കൂറുകൾ തന്നെ ഓടണം. ചെറിയ ഓട്ടമൊന്നും പോരാ. ലിഥിയം അയോൺ ബാറ്ററി പോലെയല്ല ലെഡ് ആസിഡ് ബാറ്ററികൾ. ചാർജ് ആവാൻ സമയം ഒത്തിരി വേണം. പിന്നെ ഇതിൽ ഫുൾ ചാർജ് ഇരിക്കുന്നതാണ് ബാറ്ററി ലോങ് ലാസ്റ്റ് ചെയ്യാൻ നല്ലത്. അതിനൊരു കാരണം ചാർജ് കുറഞ്ഞാൽ സൾഫേഷൻ ഉണ്ടാവും എന്നതാണ്. പക്ഷേ ഓവർ ചാർജ് ചെയ്യാനും പാടില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ അല്ലാതെ ഓട്ടം കുറഞ്ഞ വണ്ടിയാണെങ്കിൽ ഇത്തരത്തിലൊരു ബാറ്ററി ചാർജർ വേണം. ഇല്ലെങ്കിൽ ബാറ്ററി ലാസ്റ്റ് ചെയ്യില്ല. പിന്നെ ഇത് തന്നെ എന്തിന് എന്ന ചോദ്യം. കുരങ്ങന്റെ കയ്യിൽ പൂമാല കൊടുക്കോ എന്ന് കേട്ടിട്ടില്ലേ? ബാറ്ററി ചാർജ് ചെയ്യുന്നത് വളരെ സെൻസിറ്റീവ് സംഗതിയാണ്. ചാർജ് തുടങ്ങുമ്പോഴുള്ള ബാറ്ററിയുടെ ചാർജ് സ്റ്റേറ്റ്, റൂം ടെമ്പറേച്ചർ, എത്ര ആംപിയർ അവറിന്റെ ബാറ്ററിയാണ്, ചാർജ് ചെയ്യുമ്പോൾ എത്ര ആംപിയർ കറണ്ട് ബാറ്ററി എടുക്കുന്നുണ്ട്, അതിനുള്ളിൽ എത്ര റെസിസ്റ്റൻസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സെൻസ് ചെയ്ത് ബാറ്ററിയുടെ സ്ഥിതി മനസ്സിലാക്കി വേണം അതിനെ ചാർജ് ചെയ്യാൻ. അതുപോലെ 3 ഘട്ടമായിട്ടാണ് ചാർജിങ് നടത്തുന്നത്. ആദ്യത്തേത് കോൺസ്റ്റന്റ് കറണ്ട് ചാർജിങ്. കറണ്ട് ഒരേ ലെവലിൽ കൊടുത്ത് ചാർജ് ചെയ്യും. ആ സമയം വോൾട്ടേജ് പതിയെ കയറി വരും. അടുത്ത ഘട്ടം ഓവർ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് കൊടുത്തുള്ള ചാർജിങ് ആണ്. അതായത് ഏതാണ്ട് 14.4 വോൾട്ട് കൊടുത്തുള്ള ചാർജിങ്. അപ്പോൾ ആംപിയർ മാറുന്നുണ്ടാവും. പിന്നെ 13 വോൾട്ടിന് താഴെയുള്ള നോർമൽ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് കൊടുത്ത് ചാർജ് ചെയ്യും. ഇത് മാത്രമല്ല, ചാർജ് ഫുൾ ആവുമ്പോൾ അത് മനസ്സിലാക്കി ചാർജിങ് നിർത്തി പിന്നെ ആ ചാർജ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഇടയ്ക്കിടെയുള്ള ചാർജിങ്ങും വേണം. ഇതിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ബാറ്ററിയുടെ ലൈഫ് കുറയും. അതായത് വെളുക്കാൻ തേച്ചത് പാണ്ടാവും. ബാറ്ററിക്ക് ഗുണത്തിനേക്കാൾ ദോഷം ചെയ്യും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വില കുറഞ്ഞ ചാർജറുകൾ വാങ്ങണോ, ഒരു ട്രസ്റ്റഡ് ബ്രാൻഡിന്റെ ചാർജർ വാങ്ങണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ലെഡ് ആസിഡ് ബാറ്ററിയെ പറ്റി അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി C3 ചാർജറിലേക്ക് വരാം. പാക്കിലുള്ളത് ഇത്രയും സാധനങ്ങളാണ്. ചാർജർ, പ്ലഗിൽ കൊടുക്കാനുള്ള AC ഇൻപുട്ട് കേബിൾ, DC ചാർജിംഗ് കേബിൾ, അത് 2 പീസാണ്. ഈ 2 ബാറ്ററിയിൽ കണക്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ ഇതിലാണ്. ഇത് രണ്ടും ഈ കണക്ടറിൽ ഒന്നിക്കാം. ഇതിന്റെ റെഡ് ക്ലിപ്പ് സൈഡ് മാച്ച് ചെയ്ത് കയറ്റണം. തിരികെ ഊരണമെങ്കിൽ ഈ ക്ലിപ്പ് ഇവിടെ എങ്ങനെ പ്രസ് ചെയ്ത് വേണം വലിക്കാൻ. നോർമലി ഇത് വീണ്ടും രണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ ഷോർട്ട് സർക്യൂട്ട് ഒഴിവാക്കാൻ ഒരു ഫ്യൂസ് വെച്ചിട്ടുണ്ട്. 10 ആംസിന്റെ ഫ്യൂസ്.
2 ക്ലിപ്പുകൾ, ചാർജർ ഹൂക്ക് ചെയ്തിടാനുള്ള മൗണ്ടിംഗ് ഹൂക്ക്, പിന്നെ ഒരു വലിയ ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് മാനുവലും. ഈ ബുക്ക് എടുത്ത് ദൂരെ കളയുകയാണ് സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത്. പക്ഷേ എന്ത് സംഗതിയും യൂസ് ചെയ്യും മുമ്പ് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. അപ്പോൾ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നൊരു ഐഡിയ നമുക്ക് കിട്ടും. എന്തൊക്കെ ചെയ്തുകൂടാ എന്നറിയേണ്ടതാണ് ഏറ്റവും പ്രധാനം. ഈ ബുക്കിന്റെ സൈസ് കണ്ട് പേടിക്കണ്ട. ഇതിൽ 21 ഭാഷകളിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതാണ് ഇത്രയും പേജുകൾ. ഇതിൽ 13ാമത്തെ പേജ് മുതൽ 22ാമത്തെ പേജ് വരെ ആകെ 10 പേജേ ഉള്ളൂ ഇംഗ്ലീഷിൽ. ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചാൽ അത് വായിക്കാം. ഇതിലെ പ്രധാനപ്പെട്ട സേഫ്റ്റി വാർണിംഗ്സ് ഞാൻ പറയാം. ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യും. അത് ബാറ്ററിയിൽ നിന്ന് പുറത്തു വരും. അത് കത്തിപ്പിടിക്കാൻ സാധ്യത ഉള്ളതായതുകൊണ്ട് ചാർജ് ചെയ്യുന്ന സ്ഥലത്ത് തീ, ചൂട് പ്രതലങ്ങൾ ഒന്നും ഉണ്ടാവരുത്. നല്ല വെന്റിലേഷൻ ഉള്ള സ്ഥലമായിരിക്കണം. ഹൈഡ്രജൻ ഗ്യാസിന്റെ കാര്യം കൊണ്ട് തന്നെ തീപിടുത്തം ഒഴിവാക്കാൻ ചാർജർ ബാറ്ററിക്ക് അടുത്ത് വയ്ക്കരുത്. വയർ അനുവദിക്കുന്ന അത്രയും ദൂരത്തിൽ വയ്ക്കണം. ലെഡ് ആസിഡ് അല്ലാത്ത ഒരു ബാറ്ററിയും ഇതുകൊണ്ട് ചാർജ് ചെയ്യാൻ ശ്രമിക്കരുത്. ഡാമേജ് ആയ ബാറ്ററിയും കംപ്ലീറ്റ് ആയി ചാർജ് പോയ ബാറ്ററിയും ചാർജ് ചെയ്യാൻ ശ്രമിക്കരുത്. ചാർജറും ചൂടാകും, അതിനാൽ അതിനെ കവർ ചെയ്ത് വയ്ക്കരുത്. ചാർജറിലേക്കുള്ള സപ്ലൈ ഓഫ് ചെയ്തിട്ട് മാത്രമേ ബാറ്ററി കണക്ഷൻസ് കൊടുക്കാനും ഊരാനും പാടുള്ളൂ. ഇത്രയാണ് പ്രധാന വാർണിംഗ്സ്. ഈ മൗണ്ടിംഗ് ഹൂക്കിൽ ഈ ഭാഗമാണ് ചാർജറിൽ പിടിപ്പിക്കുന്നത്. പിന്നിൽ വെച്ച് ഇങ്ങനെ സ്ലൈഡ് ചെയ്താൽ മതി. ക്ലിപ്പുകളിൽ ഈ സ്ക്രൂസ് ഇളക്കി ചാർജിങ് വയറുകൾ കണക്ട് ചെയ്യാം. സെയിം കളർ തന്നെ കണക്ട് ചെയ്യണം. റെഡ് പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവുമാണ്. ചാർജറിന്റെ പുറത്ത് കുറച്ച് സിമ്പിൾസും LED ലൈറ്റ്സും ആണ് ഉള്ളത്. അതെന്തൊക്കെയാണെന്ന് ഈ മാനുവലിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ലെഫ്റ്റ് മുകളിലുള്ളത് നമ്മൾ ഈ വയർ ബാറ്ററിയിൽ കണക്ട് ചെയ്യുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും തിരിഞ്ഞു പോയാൽ അത് കാണിക്കുന്ന ലൈറ്റാണ്. ശരിയായിട്ട് കൊടുത്താൽ അത് കത്തില്ല. രണ്ടാമത്തേത് ബാറ്ററിയുടെ ചാർജ് ഫുള്ളാവുമ്പോൾ കത്തുന്ന ലൈറ്റാണ്. ഇത് ചാർജിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫ്ലാഷ് ചെയ്യുന്ന ലൈറ്റാണ്. ചാർജിങ് നടക്കുന്നു എന്ന് കാണിക്കുന്നത്. ഇത് 6 വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള മോഡാണ്. ബാറ്ററി 6 വോൾട്ട് ആണോ 12 വോൾട്ട് ആണോ എന്നത് ചാർജർ തനിയെ തന്നെ കണ്ടെത്തും. തെറ്റായി കാണിച്ചാൽ ഈ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് തിരുത്താം. 12 വോൾട്ട് ബാറ്ററി ആണെങ്കിൽ ഈ ലൈറ്റ് കത്തും. 14 ആംപിയർ അവറിന് താഴെയുള്ള ബാറ്ററിയാണ് എന്ന് ചാർജർ തിരിച്ചറിയുമ്പോൾ ഈ മോട്ടോർ സൈക്കിളിന്റെ മോഡ് കത്തും. 14 ആംപിയർ അവറിന് മുകളിലുള്ള ബാറ്ററി ആണെങ്കിൽ കാർ ബാറ്ററി എന്ന നിലയിൽ ഇത് കത്തും. 120 AH വരെയുള്ള ബാറ്ററി ചാർജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. അതായത് ചില ലോറികളുടെ വരെ ബാറ്ററി ചാർജ് ചെയ്യാം. ഇത് വളരെ തണുത്ത കാലാവസ്ഥയാണെങ്കിലും AGM ബാറ്ററി ആണെങ്കിലും ചാർജ് ചെയ്യാനുള്ള മോഡാണ്. ഈ 5 കാര്യങ്ങളും തെറ്റായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ ഈ മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് തിരുത്താം. അപ്പോൾ ഇനി ചാർജ് ചെയ്യാനിടാം. ചാർജർ വീട്ടിലെ സാധാരണ പ്ലഗിൽ കണക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. 0.6 ആംസ് ആണ് മാക്സിമം കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലെ നോർമൽ പ്ലഗ് 5 ആംപിയറിൻ്റെതാണ്. 60 വാട്ട്സ് പവർ മാത്രമേ എടുക്കുകയുള്ളൂ. ഒരു നോർമൽ സീലിംഗ് ഫാനിന്റെ അത്രയും പവർ ഇതെടുക്കില്ല. ചാർജർ പ്ലഗിൽ കണക്ട് ചെയ്യും മുമ്പ് ചാർജിംഗ് വയറുകൾ ബാറ്ററിയിൽ ക്ലാമ്പ് ചെയ്യണം. റെഡ് ബാറ്ററി പോസിറ്റീവിലും ബ്ലാക്ക് നെഗറ്റീവിലും തന്നെ ആയിരിക്കണം. തിരിഞ്ഞു പോയാൽ അത് ചാർജറിൽ കാണിക്കും. രണ്ടും സ്ട്രോങ് ആയിട്ട് ഉറച്ചു എന്ന് ഉറപ്പാക്കണം. നമ്മൾ അങ്ങോട്ട് മാറുമ്പോൾ ഇളകി ബോഡിയിൽ ടച്ച് ആവരുത്. ഫ്യൂസ് ഉള്ളതുകൊണ്ട് അത് പോകത്തേ ഉള്ളൂ. പക്ഷെ പിന്നെ അത് മാറ്റിയിടണം. നേരത്തെ വാർണിംഗിൽ പറഞ്ഞ പോലെ വയറിന്റെ നീളം അനുവദിക്കുന്ന അത്രയും ദൂരെ ചാർജർ വയ്ക്കണം. പ്ലഗിൽ കണക്ട് ചെയ്ത് ഓൺ ചെയ്തു. ഇപ്പോൾ മോഡ് ബട്ടണിലെ നീല ലൈറ്റ് കത്തി. ഇത് സ്റ്റാൻഡ് ബൈ മോഡാണ്. ചാർജിങ് സ്റ്റാർട്ട് ആവാൻ മോഡ് ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്യണം. ഏത് മോഡാണെന്ന് സ്വയം കണ്ടെത്തി ആ ലൈറ്റുകൾ ഓൺ ആവും. ഒരു ചെറിയ ഗ്യാപ്പ് കഴിഞ്ഞ് ചാർജിങ് ഓൺ ആവും. ചാർജർ സ്വയം കണ്ടെത്തിയത് തെറ്റാണെങ്കിൽ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാം. ഒന്നും ചെയ്തില്ലെങ്കിൽ അല്പസമയത്തിനുള്ളിൽ ചാർജിങ് സ്റ്റാർട്ട് ആവും. 14.4 വോൾട്ടും 0.8 ആംസുമാണ് ബൈക്ക്, സ്കൂട്ടർ ബാറ്ററികളിൽ ചാർജർ കൊടുക്കുക. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം കോൺസ്റ്റന്റ് കറണ്ട് ചാർജിങ് ആണ്. അതായത് ഈ 0.8 ആംസ് കൊടുത്തുകൊണ്ടിരിക്കും. വോൾട്ടേജ് ആദ്യം കുറവായിരിക്കും, പതിയെ കയറി വരും. ചാർജർ ഓൺ ചെയ്ത ഉടനെയാണിത്. ഇത് 1.5 മണിക്കൂർ കഴിഞ്ഞ്. ഇത് വീണ്ടും ഒരു 1.5 മണിക്കൂർ കൂടി കഴിഞ്ഞ്. ഓക്കെ ലൈറ്റ് കത്തിയിട്ടുണ്ട്. ചാർജിങ് ലൈറ്റും ഓഫായി. നോർമൽ ചാർജിങ് കംപ്ലീറ്റ് ആയി എന്നർത്ഥം. പക്ഷേ ഇടയ്ക്കിടെയുള്ള ട്രിക്കിൾ ചാർജ് നടക്കുന്നുണ്ട്. വോൾട്ടേജ് കയറി പോകുന്നത് കാണാം. 14.32 വരെ പോയിട്ട് തിരികെ ഇറങ്ങി 12.89 വോൾട്ടിലേക്ക് വന്നു. കുറഞ്ഞ എല്ലാ ചാർജറുകളിലും ഈ മെയിൻറ്റൈനർ ഫംഗ്ഷൻ ഇല്ല. ചാർജർ ഓഫ് ചെയ്ത് ക്ലാമ്പുകൾ മാറ്റിയ ശേഷം ബാറ്ററി വോൾട്ടേജ് നോക്കുകയാണ്. 12.71 കാണിക്കുന്നത്. മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററിക്ക് ഫുൾ ചാർജിൽ 12.89 വോൾട്ട് ഉണ്ടാവും എന്നാണല്ലോ. ചാർജർ മാറ്റിയ ഉടനെങ്കിലും അത് കാണിക്കണമല്ലോ. അതുകൊണ്ട് വീണ്ടും കണക്ട് ചെയ്തിടാം എന്ന് തീരുമാനിച്ചു. രാത്രി മുഴുവൻ ട്രിക്കിൾ ചാർജിന് വേണ്ടി ചാർജർ കണക്ട് ചെയ്തിട്ടു. രാവിലെ നോക്കുമ്പോഴും ട്രിക്കിൾ ചാർജ് നടക്കുന്നുണ്ട്. സ്റ്റാൻഡ് ബൈ ആക്കി ചാർജർ ഓഫ് ചെയ്ത് ചാർജിങ് വയറും റിമൂവ് ചെയ്ത് ചാർജ് നോക്കുമ്പോൾ 12.9 മുകളിലുണ്ട്.
രാത്രിയിൽ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടത് 12.7 ആയിരുന്നു. ഫുൾ ചാർജ് കയറിയിട്ടുണ്ട്. പക്ഷേ ഇത് കീപ്പ് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നത് ബാറ്ററിയുടെ ആരോഗ്യം പോലെ ഇരിക്കും. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ 12.75, ചാർട്ട് പ്രകാരം 90%. 4 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ 12.63, 80%. നമ്മുടെ വോൾട്ട് മീറ്ററിന്റെ റീഡിംഗ് എറർ ഉണ്ടാവാം, എന്നാലും സൾഫേഷൻ ബാധിച്ചോ എന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും ചാർജർ കൂടുതൽ സമയം കണക്ട് ചെയ്തിട്ട് നോക്കാം. ട്രിക്കിൾ ചാർജിലൂടെ അത് റിവേഴ്സ് ആയേക്കാം. കാറിലും ഇതുപോലെ തന്നെയാണ് കൊടുക്കേണ്ടത്. മോഡ് മാറുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. കാരണം 3.8 ആംപ്സ് കറണ്ടാണ് കാർ ബാറ്ററി ചാർജിങ്ങിന് അത് കൊടുക്കേണ്ടത് മാക്സിമം. ചാർജർ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് ആദ്യം ചാർജറിലേക്കുള്ള പവർ ഓഫ് ചെയ്യുക അല്ല വേണ്ടത്. മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് സ്റ്റാൻഡ് ബൈ മോഡിലാക്കിയിട്ട് വേണം പവർ ഓഫ് ചെയ്യേണ്ടത്. എന്നിട്ട് ചാർജിങ് ക്ലാംപ്സ് മാറ്റാം. C3യിൽ ഒരു മെമ്മറി ഫംഗ്ഷൻ ഉണ്ട്. ചാർജിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സപ്ലൈ പോയാൽ അത് തിരികെ വരുമ്പോൾ ചാർജ് ചെയ്തുകൊണ്ടിരുന്ന മോഡിൽ തന്നെ ചാർജിങ് തുടർന്ന് നടക്കാൻ വേണ്ടി ഉള്ളതാണത്. പക്ഷേ അതുകൊണ്ട് തന്നെ സ്റ്റാൻഡ് ബൈ മോഡിലാക്കാതെ പ്ലഗ് ഓഫ് ചെയ്ത് നേരെ എടുത്തുകൊണ്ടുപോയി മറ്റൊരു ബാറ്ററിയിൽ കണക്ട് ചെയ്ത് വെച്ചാൽ വീണ്ടും ഓൺ ചെയ്യുമ്പോൾ നേരത്തെ ചാർജ് ചെയ്തുകൊണ്ടിരുന്ന അതേ രീതിയിൽ തന്നെ അത് ചാർജിങ് തുടരും. നേരത്തെയുള്ള ബാറ്ററി തന്നെയാണെന്ന് കരുതും. ആംപിയർ അവർ സെൻസ് ചെയ്യുകയോ ഫ്രഷ് ആയിട്ട് ചാർജിങ് തുടങ്ങുകയോ ഇല്ല. അതിപ്പോൾ കാർ ബാറ്ററി ഇങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ചെയ്ത് രണ്ടാമത് കണക്ട് ചെയ്യുന്നത് ബൈക്കിന്റെ ബാറ്ററി ആണെങ്കിൽ 0.8 ആംസിന് പകരം 3.8 ആംസ് കറണ്ട് കൊടുത്ത് ബാറ്ററിയെ ഓവർ ചാർജ് ചെയ്ത് നശിപ്പിക്കും. അങ്ങനത്തെ സിറ്റുവേഷനിൽ മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് തിരുത്താം. പക്ഷെ ശ്രദ്ധിക്കണം, ഇങ്ങനൊരു കാര്യമുള്ളത് ഓർമ്മ വേണം. 11.63 വോൾട്ട് 0% ചാർജ് ലെവലാണെന്ന് നേരത്തെ കണ്ടതാണ്. അതിലും താഴെ 10-11 വോൾട്ടിനും 7.5-8.5 വോൾട്ടിനും ഇടയിൽ ചാർജ് എടുക്കുന്ന ബാറ്ററിയെയും C3 ചാർജർ ചാർജ് ചെയ്ത് നോർമൽ നിലയിലാക്കും. അതിന് പൾസ് ചാർജിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയിലെ ബാറ്ററിയെക്കുറിച്ചും അത് ചാർജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇത്തരത്തിലൊരു ചാർജർ ഉണ്ടായാൽ പുതിയ ബാറ്ററി വാങ്ങുന്നത് മാക്സിമം വൈകിപ്പിക്കാം. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.